ആർക്കാ വിമർശിക്കാൻ അധികാരം? എന്തും പറയാൻ ലൈസൻസ് കൊടുത്ത് വിട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു ശകുനം മുടക്കി കേരളത്തിന്റെ വികസനങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി ഒരു ശകുനം മുടക്കിയായി വഴിയിൽ കിടക്കുന്ന വി.ഡി. സതീശനും KPCC പ്രസിഡന്റും രണ്ടും ഒരുപോലെയാണ്. കോൺഗ്രസുകാർ അവരെ തിരിച്ചറിയണം. അവരാർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് തിരിച്ചറിയണം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നീണ്ടകാലത്തെ ഒരു ഭൂതകാല ചരിത്രമുണ്ട്. മാർക്സിസം ഇന്ന് ലോകത്തിൽ ഒരു വിപുലമായ ഒരു ബഹുജന മുന്നേറ്റമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. മാർക്സത്തിൻ്റെ വളർച്ചയിൽ ഉയർച്ചയും തകർച്ചയും ഉണ്ടായിട്ടുണ്ട്. മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയുടെ നിയമമാണ് സോഷ്യലിസം. സോഷ്യലിസം സ്ഥാപിച്ചേ മതിയാകും. അത് മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയുടെ ശാസ്ത്രീയമായ നിഗമനമാണ്, നിരീക്ഷണമാണ്. അതുകൊണ്ട് സോഷ്യലിസം കെട്ടിപ്പടുക്കാൻ അതിന് പ്രതിജ്ഞാബദ്ധമായ ജനവിഭാഗത്തെ അണിനിരത്തുകയാണ് ഇന്ന് ലോകത്തെല്ലാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ ആദ്യത്തെ സോഷ്യലിസ്റ്റ് രാജ്യം സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമായി ഉയർന്നു വരുന്നത് മാർക്സത്തിൻ്റെ വളർച്ചയുടെ ഒരു കാലഘട്ടത്തിലാണ്. 1917 സോവിയറ്റ് യൂണിയൻ ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രമായി. അതിൻ്റെ അടിസ്ഥാനം ലോകത്ത് മുതലാളിത്ത കുഴപ്പം മൂർച്ഛിച്ചതുകൊണ്ടാണ്. മുതലാളിത്തത്തിന് ഒരു ജനകീയ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയണമെങ്കിൽ സോഷ്യലിസത്തിനേ കഴിയും. അതുകൊണ്ട് തന്നെ ലോകത്തിൽ മുതലാളിത്ത നിലനിൽക്കുന്ന കാലത്തോളം അതിനകത്ത് പ്രതിസന്ധികളുണ്ടാകും. ആ മുതലാളിത്ത പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലാണ് മുതലാളിത്ത പ്രതിസന്ധി മൂർച്ഛിച്ചാൽ അത് യുദ്ധമാകും, ആയുധ വ്യാപാരമാകും. അത് യുദ്ധത്തിലാണ് ചെന്നെത്തിച്ചേരുക. ഒന്നാം ലോകമഹായുദ്ധ കാലഘട്ടത്തിൽ ലോകത്തിൽ വലിയ സാമ്പത്തിക കുഴപ്പം യുദ്ധമായി. 14 മുതൽ 19 വരെ ഫലം സോവിയറ്റ് യൂണിയൻ ഉയർന്നു വന്നു. അതുവരെ ലോകത്തിൽ നിലനിന്നിരുന്ന മുതലാളിത്ത വ്യവസ്ഥയെ തകർത്ത് ഒരു പുതിയ സോഷ്യലിസ്റ്റ് ലോകം ഈ ഭൂമുഖത്ത് സൃഷ്ടിച്ചു. ആ സോഷ്യലിസത്തെ തകർക്കാൻ വേണ്ടി മുതലാളിത്ത ശക്തികളാകെ കിണഞ്ഞു പരിശ്രമിച്ചു. മുതലാളിത്ത പ്രതിസന്ധി വീണ്ടും രൂക്ഷമായി. 39 ആകുമ്പോഴേക്ക് മുതലാളിത്ത പ്രതിസന്ധി രണ്ടാം ലോകമഹായുദ്ധത്തിലേക്ക് നീണ്ട രണ്ടാം ലോകമഹായുദ്ധം 39 മുതൽ 45 വരെ. അതിൻ്റെ ഫലം ആ യുദ്ധത്തിൽ ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ വലിയ സംഭാവന നൽകിയിട്ടുള്ള മഹാനായ ലെനിൻ സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വ്യാപനം ശക്തിപ്പെടുത്തിക്കൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ ഉയർന്നു വന്ന മുതലാളിത്ത ചേരികളിലെ പരസ്പരം ഏറ്റുമുട്ടി ചേരികളായി തിരിഞ്ഞ് മത്സരിക്കുന്നു. മുതലാളിത്ത ലോകം 2 ചേരികളിലാണ്. ഇവരുടെ എല്ലാം ലക്ഷ്യം സോവിയറ്റ് യൂണിയനെ തകർക്കലാണ്. പക്ഷെ സോവിയറ്റ് യൂണിയൻ മാർക്സം ലെനിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചുകൊണ്ട് ഏറ്റവും വലിയ മുതലാളിത്ത ആപത്തിനെതിരെ, അത് ജർമ്മനിയിലെ ഹിറ്റ്ലറാണ്, ഫാസിസമാണ്, ജപ്പാനും ഇറ്റലിയുമാണ്, മറുഭാഗത്ത് അമേരിക്കയും ബ്രിട്ടനുമുണ്ട്. അത്തരമൊരു ലോക സാഹചര്യത്തിൽ ബുദ്ധിപരമായ മാർക്സൻ ദാർശനികതയുടെ ഭാഗമായി ആ വൈരുദ്ധ്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അടവ് നയം സ്വീകരിച്ച് ഏറ്റവും വലിയ ആപത്തിനെതിരായി ഒന്നിച്ചെന്ന് മുതലാളിത്ത ലോകത്തോടൊപ്പം നിന്ന് ഏറ്റവും വലിയ ആപത്തിനെ പരാജയപ്പെടുത്തി. അതിൻ്റെ ഫലം ലോകത്തിൽ നിരവധി സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾ. ആ സോഷ്യലിസ്റ്റ് രാഷ്ട്രത്തിൻ്റെ കുതിപ്പിൽ ലോകത്തിൽ അന്നത്തെ പൊതു സാഹചര്യം ലോക ജനസംഖ്യയിൽ 1/3 കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലായി. ആ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ചില തിരിച്ചടികൾ വന്നു. പിന്നീട് സോവിയറ്റ് യൂണിയൻ 1980 കാലഘട്ടമാകുമ്പോഴേക്കും സോവിയറ്റ് യൂണിയൻ തകർന്നു. സോഷ്യലിസം പൊളിച്ചു മാറ്റപ്പെട്ടു. യൂറോപ്യൻ രാജ്യങ്ങളിൽ തിരിച്ചടി വന്നു, ഏഷ്യയിൽ തിരിച്ചടി വന്നു. ഈ തിരിച്ചടികളിൽ നിന്ന് എന്തുകൊണ്ടാ തിരിച്ചടി ഉണ്ടായി എന്ന് കണ്ടെത്തി അവ പരിഹരിച്ചുകൊണ്ട് മുന്നേറാൻ ലോകത്തെമ്പാടുമുള്ള തൊഴിലാളി വർഗ പ്രസ്ഥാനം, തൊഴിലാളി വർഗ പാർട്ടികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അടവ് നയം സ്വീകരിച്ചുകൊണ്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ആ പോരാട്ടത്തിൻ്റെ ഫലമായിട്ട് ഇന്ന് ലോകത്തിൽ തിരിച്ചടിയിൽ നിന്ന് മുറിച്ചു കിടക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് ലോകത്തിലെ പുതിയ രാഷ്ട്രീയ സംഭവങ്ങൾ. നേപ്പാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു അടവ് നയം രൂപീകരിച്ചുകൊണ്ട് അധികാരത്തിൽ. അതുപോലെ തന്നെ ശ്രീലങ്കയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണമല്ല, ഒരു മാർക്സിസ്റ്റ് പോരാളിയായിട്ടുള്ള മാർക്സത്തിൽ ആകൃഷ്ടനായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു ഭരണാധികാരി അവിടുത്തെ പ്രസിഡൻ്റായി വന്നു. ദിസാനായകെ അവിടുത്തെ പ്രസിഡൻ്റായി അധികാരത്തിലേക്ക് വന്നു.
അത് ശ്രീലങ്കയുടെ സാഹചര്യം. ശ്രീലങ്കയിലാകട്ടെ തകർന്നുകൊണ്ടിരുന്ന ശ്രീലങ്കയ്ക്ക് അതിൻ്റെ പുനർജീവനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തത് ചൈനയായിരുന്നു. ചൈനീസ് പദ്ധതികളാണ്. ദിസാനായിക അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന് അവിടുത്തെ പാർലമെൻറ്റിൽ വലിയ സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. കയ്യിൽ എണ്ണാവുന്ന സീറ്റേ ഉള്ളൂ. അവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നു. പ്രസിഡന്റിനെ നേരിട്ട് തിരഞ്ഞെടുക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ജയിച്ചു. പക്ഷേ പിന്നീടുള്ള അനുഭവങ്ങൾ പാർലമെൻറ്റിൻ്റെ 2 സഭകളിലും വലിയ ഭൂരിപക്ഷം കിട്ടി. ഇപ്പോൾ 3-2 കൂടുതൽ ഭൂരിപക്ഷം നേടി ദിസാനായികയെ അവിടെ അധികാരത്തിൽ. ഇത്തരം സംഭവങ്ങൾ ലോകത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ, ഈ സാർവദേശീയ പശ്ചാത്തലത്തിൽ മുതലാളിത്ത പ്രതിസന്ധികളും കുഴപ്പങ്ങളും ഒക്കെ ഉയർന്നു വരുന്ന കാലഘട്ടത്തിൽ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഓരോ രാജ്യത്തിലെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ച് മുന്നേറുകയാണ്. ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ സാഹചര്യങ്ങളെ നമ്മൾ നിരീക്ഷിക്കുന്നത്. ഇന്ത്യയിൽ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1920 രൂപീകരിച്ചത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് സോവിയറ്റ് യൂണിയൻ താഷ്കണ്ടിലാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി താഷ്കണ്ടിൽ വെച്ച് രൂപീകരിക്കാൻ ഇടയായത് ഇന്ത്യയിലെ ഇടതുപക്ഷ ആശയഗതിക്കാർ, മാർക്സ് ലെനിസത്തെക്കുറിച്ച് പഠിച്ചു വന്ന ബുദ്ധിജീവികൾ, സോവിയറ്റ് യൂണിയൻ്റെ വിജയത്തിൽ അഭിമാനം കൊണ്ട് തൊഴിലാളികൾ, യുവാക്കൾ, മഹിളകൾ ഇവരൊക്കെ ഇടതുപക്ഷത്തിൽ ആകൃഷ്ടരായി. അവർ മാർക്സം ആശയത്തിൽ ആകൃഷ്ടരായി. അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെ പ്രവർത്തിച്ചു. അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയുടെ ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായിരുന്നു. അത് ഇന്നത്തെ കോൺഗ്രസ് അല്ല. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയാണ് കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിച്ചത്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെ പ്രവർത്തിച്ചു വരുന്ന കമ്മ്യൂണിസ്റ്റുകാർ, അന്ന് നേതൃത്വ രംഗത്തുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ നേതാക്കൾ സ്വാതന്ത്ര്യ സമരത്തെ ശരിയായ ദിശയിൽ നയിക്കുന്നതിൽ കുറ്റകരമായ അനാസ്ഥ തുടർന്നുകൊണ്ടിരുന്നു. അതിനോടുള്ള പ്രതിഷേധമെന്നുള്ള നിലയിൽ അസ്വസ്ഥരായും പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ടും ഇടതുപക്ഷക്കാർ കോൺഗ്രസിനകത്ത് പ്രവർത്തിച്ചു. അങ്ങനെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ തെറ്റായ നിലപാടുകളെ വിമർശിക്കുകയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടമായി വളർത്തിയെടുക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുകയും ചെയ്ത ഇടതുപക്ഷ ചിന്താഗതിക്കാരെ, കമ്മ്യൂണിസ്റ്റ് ആശയഗതിയിൽ ആകൃഷ്ടരായവരെ, പുരോഗമനവാദികളെ ബ്രിട്ടീഷ് പട്ടാളം തെരഞ്ഞുപിടിച്ചു ആക്രമിച്ചു. പലർക്ക് നേരെയും കടുത്ത നടപടികളായി. അങ്ങനെ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന മാർക്സത്തിൽ ആകൃഷ്ടരായ ഇടതുപക്ഷക്കാർക്ക് ജനിച്ചു വളർന്ന നാട്ടിൽ ജീവിക്കാൻ കഴിയാതെ വന്നു. ബ്രിട്ടീഷ് പോലീസും ബ്രിട്ടീഷ് പട്ടാളവും വേട്ടയാടി. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് വിപ്ലവകാരികൾ ഇന്ത്യ രാജ്യം വിട്ട് വിദേശ രാജ്യങ്ങളിൽ അഭയം തേടി. അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ അഭയം തേടിയ വിപ്ലവകാരികൾ സോവിയറ്റ് യൂണിയനിലെ താഷ്കണ്ട്, സോവിയറ്റ് യൂണിയൻ ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രമാണെന്ന്, ആ സോവിയറ്റ് യൂണിയനിലെ താഷ്കണ്ടിൽ സമ്മേളിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്കൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ സഹായത്തോടുകൂടി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച സഖാക്കൾ പറഞ്ഞു, നമ്മൾ സോവിയറ്റ് യൂണിയനിൽ നിൽക്കുകയല്ല വേണ്ടത്, ഇന്ത്യയിലേക്ക് പോകണം. അങ്ങനെ പല വഴികളിലൂടെ ഇന്ത്യയിലേക്ക് വന്നു. അങ്ങനെ ഇന്ത്യയിലേക്ക് വരുന്ന വഴികളിൽ പലരെയും ചാര പോലീസ് പിടികൂടി, ബ്രിട്ടീഷ് പോലീസ് പിടികൂടി. ചിലരെ നാട് കടത്തി, ചിലരെ വെടിവെച്ചു കൊന്നു. ഇന്ത്യയിലേക്ക് കടന്നു വന്ന വിപ്ലവകാരികളാകട്ടെ അന്ന് കൽക്കട്ടയിൽ, കാൺപൂരിൽ, ലാഹോറിൽ, ബോംബെയിൽ, മദിരാശിയിലൊക്കെ ഉയർന്നു വരുന്ന സ്വാതന്ത്ര്യ സമരങ്ങളിൽ സജീവ സാന്നിധ്യമായി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ശക്തിപ്പെടുത്തി. അങ്ങനെയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് 1925 സമ്മേളിച്ചു. ആദ്യത്തെ ഒരു ഇന്ത്യയിലെ സമ്മേളനമായത്. ആ സമ്മേളനത്തിലൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർന്നു വന്നില്ല. അത് കഴിഞ്ഞ് 33 വീണ്ടും സമ്മേളനം ചേരുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം 1943 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 1ാം പാർട്ടി കോൺഗ്രസ് ബോംബെയിൽ വെച്ച് ചേർന്നത്. ആ ബോംബെയിൽ വെച്ച് ചേർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 1ാം പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ അന്ന് ഇന്ത്യൻ പാർട്ടിയിലുണ്ടായിരുന്ന പകുതി സഖാക്കളും ജയിലിലാണ്, പലരും ഒളിവിലാണ്. ആ പ്രതികൂലമായ സാഹചര്യത്തിൽ 1ാം പാർട്ടി കോൺഗ്രസ്, ആ 1ാം പാർട്ടി കോൺഗ്രസ് മുതൽ 24ാം പാർട്ടി കോൺഗ്രസ് വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 3 വർഷം കൂടുമ്പോൾ പാർട്ടി കോൺഗ്രസ് കാര്യങ്ങൾ പരിശോധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശക്തിപ്പെടുത്തുകയാണ്. അതിനിടയിൽ ഒരു ഘട്ടത്തിൽ നമുക്ക് പാർട്ടി കോൺഗ്രസ് ചേരാൻ കഴിഞ്ഞില്ല. അത് അടിയന്തരാവസ്ഥയിലാണ്. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് 1964 ആശയപരമായിട്ടുള്ള പ്രത്യയശാസ്ത്രപരമായ പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് രൂപീകരിച്ചു. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഇന്ത്യയിൽ തൊഴിലാളി കർഷകാദി ജനവിഭാഗങ്ങൾക്കിടയിൽ നല്ല സ്വാധീനം നേടി. ആന്ധ്രയിലും തെലങ്കാനയിലും കേരളത്തിലും ബംഗാളിലും ത്രിപുരയിലും തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലുമൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല അടിത്തറ ഉയർന്നു വന്നു. ആ അടിത്തറയുടെ വളർച്ചയിൽ ചില തിരിച്ചടികൾ വന്നു.
ആ തിരിച്ചടികളെയും മുറിച്ചു കടന്നിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും വളർന്നു വന്നത്. ഇന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ചില തിരിച്ചടികളെ അഭിമുഖീകരിക്കുന്നുണ്ട്. നമുക്ക് ബഹുജന സ്വാധീനമുണ്ടായിരുന്ന നല്ല സ്വാധീനമുണ്ടായിരുന്ന ബംഗാളിൽ തിരിച്ചടി വന്നു, ത്രിപുരയിൽ നമുക്ക് തിരിച്ചടി വന്നിട്ടുണ്ട്. ആ തിരിച്ചടികൾ എന്തുകൊണ്ട് എന്ന് പരിശോധിച്ച് ഓരോ സംസ്ഥാനത്തിലെയും പാർട്ടി ഘടകം ആ തിരിച്ചടികളെ മുറിച്ചു കടന്ന് ഓരോ സംസ്ഥാനത്തും അതിൻ്റെ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ അടവ് നയം സ്വീകരിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ പ്രത്യയശാസ്ത്ര നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൊഴിലാളി കർഷകാദി ജനവിഭാഗങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു മഹാവിപ്ലവ പ്രസ്ഥാനം വളർത്തിയെടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സമ്മേളനങ്ങളും പരിപാടികളുമൊക്കെ. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രമാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന പാർട്ടിയാണ്. ഇന്ത്യ ഇന്ന് ഭരിക്കുന്ന BJP ഉണ്ട്. ആ BJPക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത പാർട്ടിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ രൂപം കൊണ്ട RSS ഹിന്ദു മഹാസഭ അവർ ബ്രിട്ടീഷുകാരോടൊപ്പമാണ് എന്ന് മാത്രമല്ല, ഇന്ത്യൻ ഗ്രാമപ്രദേശങ്ങളിലെ ജന്മിമാരുടെയും നാടുവാഴികളുടെയും സംരക്ഷകരായി പ്രവർത്തിച്ചവരാണ് RSSകാർ. ആ RSS ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ ഒരു ദൗത്യവും നിർവഹിച്ചിട്ടില്ല. പക്ഷേ ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ആ BJP ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളിൽ ഒരു പങ്കും നിർവഹിച്ചിട്ടില്ലാത്ത BJP RSS സംഘപരിവാർ ശക്തികൾ ഇന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരം പിടിച്ചിരിക്കുകയാണ്. ഇന്ത്യ മഹാഭൂരിപക്ഷകാലം രാജ്യം ഭരിച്ച പാർട്ടിയായിരുന്ന കോൺഗ്രസ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷം മഹാഭൂരിപക്ഷകാലം രാജ്യം ഭരിച്ചു. പക്ഷേ ഇന്ത്യൻ ജനങ്ങളുടെ ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിഞ്ഞില്ല. അവിടെ സാമ്പത്തിക നയം ദുരിതപൂർണമായ ഒരു ജീവിതം ജനങ്ങൾക്ക് നൽകി. ജനങ്ങൾ കോൺഗ്രസിനെ വെറുത്തു. ആ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തിയത് BJP ആണ്. ആ സാഹചര്യം ഉപയോഗപ്പെടുത്താൻ BJP ചെയ്തത് ഇന്ത്യ ഒരു മതനിരപേക്ഷതാ രാഷ്ട്രമാണ്. ലോകത്തിൽ ഇന്ത്യയെപ്പോലെ ഒരു രാഷ്ട്രം വേറെയില്ല. ലോകത്തിൽ എല്ലാ മതങ്ങളും ഇവിടെയുണ്ട്. ജാതി വ്യവസ്ഥയുണ്ട്, ഉപജാതി വ്യവസ്ഥയുണ്ട്, സ്വത്വമുണ്ട്, വംശമുണ്ട്, ഇവിടെ ഭാഷകളുണ്ട്, സങ്കുചിതമായ ചിന്തകളുണ്ട്. ആയിരക്കണക്കിന് നാട്ടുരാജ്യങ്ങളായിരുന്നു. ഇങ്ങനെയെല്ലാമുള്ള ഇന്ത്യ രാജ്യത്തെ ഒരു ശക്തിയായി നിർത്തിയാൽ മാത്രമേ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയൂ എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യയുടെ ദേശീയ നേതാക്കൾ ഇന്ത്യ ഒരു മതനിരപേക്ഷതാ രാഷ്ട്രമാകണമെന്ന് തീരുമാനിച്ചത്. ആ മതനിരപേക്ഷതയാണ് ഇന്ത്യൻ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള വഴി. എന്നാൽ ആ മതനിരപേക്ഷത എന്ന നമ്മുടെ സംസ്കാരത്തെ, ദേശീയ നേതാക്കൾ രൂപപ്പെടുത്തിയെടുത്തു വന്ന നമ്മുടെ സംസ്കാരത്തെ തകർത്തുകൊണ്ട് ഇന്ത്യയിൽ ഭൂരിപക്ഷ മതം ഹിന്ദുമതമാണ്. ആ ഹിന്ദുമതത്തെ വർഗീയവൽക്കരിക്കുക, ഹിന്ദുമതത്തെ വോട്ട് ബാങ്കാക്കി മാറ്റുക. അത് വോട്ട് ബാങ്കാക്കി മാറ്റാൻ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് വികാരം വളർത്തിയെടുക്കുക, എല്ലാ ജാതി രാഷ്ട്രീയത്തെയും പ്രോത്സാഹിപ്പിക്കുക, സ്വത്വത്തെ പ്രോത്സാഹിപ്പിക്കുക, വംശ പ്രോത്സാഹനം നടത്തുക, ഭാഷാ വികാരങ്ങൾ ഇളക്കിവിടുക. ഇങ്ങനെ വരുമ്പോൾ ജനങ്ങൾ ദുർബലരാകും. ജനങ്ങൾ ഒരു ശക്തിയായി നിന്നാൽ മാത്രമേ, എല്ലാ വിഭാഗം അധ്വാനിക്കുന്ന ജനങ്ങൾ ഒരു ശക്തിയായാൽ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയൂ. തൊഴിലാളികൾ ജാതി അടിസ്ഥാനത്തിലും മതാടിസ്ഥാനത്തിലും ഭാഷാടിസ്ഥാനത്തിലും സ്വത്വാടിസ്ഥാനത്തിലും സംഘടിച്ചാൽ ആ തൊഴിലാളി വർഗ പ്രസ്ഥാനം ദുർബലമാകും. ജനസാമാന്യം കർഷകരെന്നുള്ള നിലയിലുള്ള വികാരത്തിൽ യോജിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും. അത്തരമൊരു സാഹചര്യത്തെ ഇല്ലായ്മ ചെയ്ത് ദുർബലപ്പെടുത്തി വർഗപ്രസ്ഥാനത്തെ ദുർബലമാക്കി മതത്തെയും ജാതിയെയും ഭാഷാവികാരങ്ങളെയും സങ്കുചിത ചിന്തകളെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ അധികാരം പിടിച്ചെടുക്കുകയാണ് BJP ചെയ്തത്. ഇന്ത്യയിൽ BJP അധികാരം പിടിച്ചത് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നിയമം പാസ്സാക്കിയിട്ടാണോ? കൃഷിക്കാർക്ക് ഭൂമി കൊടുത്തിട്ടാണോ? കർഷക തൊഴിലാളിക്ക് ആനുകൂല്യം കൊടുത്തിട്ടാണോ? ഏതെങ്കിലും ജനങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യം കൊടുത്ത് സംരക്ഷിച്ച് അവരുടെ താല്പര്യം സംരക്ഷിച്ചത് കൊണ്ടാണോ ഇന്ത്യയിൽ BJP അധികാരം പിടിച്ചത്? ഒറ്റ ചിന്ത മാത്രമായിരുന്നു, വർഗീയ വിദ്വേഷം, മതശത്രുത. അത് ഇളക്കിവിടാൻ ഒട്ടനവധി പദ്ധതികൾ ആവിഷ്കരിച്ചു. ഗോവധം നിരോധിച്ചത് എന്തിന്? ഈ വികാരമുണ്ടാക്കാനാണ്. ഏക സിവിൽ കോഡ്, പൗരത്വ ഭേദഗതി നിയമം, ലവ് ജിഹാദ്, ഓരോ കാര്യങ്ങളുടെ മേലെ മതഭ്രാന്ത് ഇളക്കി വിട്ടു. അവസാനം അയോധ്യയിലെ ക്ഷേത്രത്തിന്റെ അടിസ്ഥാനം എന്താ? പള്ളി പൊളിക്കണം, ക്ഷേത്രം പണിയണം. പള്ളി പൊളിച്ചു, ക്ഷേത്രം പണിതു. മതവിദ്വേഷ രാജ്യം മുഴുവൻ വളർത്തിയെടുത്തു. അയോധ്യയിൽ പള്ളി പൊളിച്ച് ക്ഷേത്രം പണിത് അതിൻ്റെ ഉദ്ഘാടനം, ആ ഉദ്ഘാടനം നിശ്ചയിച്ചപ്പോൾ RSS സംഘപരിവാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും, ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പാർട്ടികളെയും ക്ഷണിച്ചു. കോൺഗ്രസ് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു.
ഇന്ത്യ സഖ്യത്തിലെ പല പാർട്ടികളും അതിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. കാരണം മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്ന കോൺഗ്രസിൻ്റെ നേതാവ് കമൽനാഥ്, അദ്ദേഹം ക്ഷേത്ര നിർമ്മാണത്തിന് വെള്ളി ഇഷ്ടിക തയ്യാറാക്കി കൊണ്ടുവന്നു കൊടുത്ത് ക്ഷേത്രം നിർമ്മിക്കാൻ പ്രേരണയും കരുത്തും കൊടുത്ത നേതാവാണ്. അതാ കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. ഇതിൽ ഇടതുപക്ഷം ഇടപെട്ടു. ഇടതുപക്ഷം എന്നുള്ള നിലയിൽ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് ഈ പ്രശ്നങ്ങളിൽ ഇടപെട്ടു. നമ്മുടെ മൺമറഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് സീതാറാം, അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെട്ട് ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ പാർട്ടികളോടും പറഞ്ഞു, നിങ്ങൾ ഈ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന വേളയിൽ പങ്കെടുക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളെ മുഴുവൻ കീഴടക്കുകയാണ് BJP സംഘപരിവാർ. BJP എതിർക്കാൻ കഴിയാത്തവരായി നിങ്ങൾ മാറും. ഇന്ത്യ സഖ്യം ദുർബലമാകും. ഒരു കാരണവശാലും ഈ സഖ്യത്തിലേക്ക്, ഈ ഉദ്ഘാടന വേളയിലേക്ക് പോകാൻ പാടില്ല. ഇന്ത്യ സഖ്യത്തെ ദുർബലമാക്കരുത്. സഖാവ് സീതാറാമിന്റെയും CPM-ന്റെയും ഇടപെടലിന്റെ ഫലമായിട്ട് അവസാനം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളെ ആ ഉദ്ഘാടന വേളയിൽ ഒഴിവാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചു. ആ അയോധ്യയിലെ പ്രശ്നങ്ങൾ പോലെ ഇപ്പോഴിതാ വീണ്ടും രാജസ്ഥാനിൽ അജ്മീറിൽ മുസ്ലിമുകളുടെ പ്രശസ്തമായ പുണ്യക്ഷേത്രമാണ് അവിടുത്തെ മസ്ജിദ്. ആ അജ്മീറിൽ ഇപ്പോൾ BJP സുപ്രീം കോടതിയോട് കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ആ കേസിൽ പറഞ്ഞിരിക്കുന്നത്, അജ്മീറിലെ പള്ളിക്കടിയിൽ ശിവക്ഷേത്രമുണ്ട്, അയോധ്യയിലെ പള്ളിയിൽ ക്ഷേത്രമാണെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അവിടെ. ഇപ്പോൾ പറയുന്നത് അജ്മീറിലെ പള്ളിക്കടിയിൽ ശിവക്ഷേത്രമുണ്ടത് പൊളിക്കണമെന്നാണ്. ഈ രാജ്യം വീണ്ടും ഒരു കലാപത്തിലേക്ക് കൊണ്ടുപോകാൻ ഇതാണ് BJP അധികാരം പിടിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ മതവികാരത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനം നടത്തി ആ മതത്തെ, സനാതനമായ ഹിന്ദുധർമ്മത്തെ വികൃതമാക്കുകയാണ് BJP ചെയ്യുന്നത്. ഹിന്ദുധർമ്മം രക്ഷിക്കുകയല്ല. ഹിന്ദുമതത്തിന്റെ സനാതനമായ ധർമ്മമാണോ മതശത്രുത? ഹിന്ദുമതത്തിന്റെ ഏതെങ്കിലും ആചാര്യന്മാരും ഋഷിവര്യന്മാരും എന്തെങ്കിലും അത്തരമൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? ഹിന്ദുമതം സനാതനമായൊരു ധർമ്മമാണ്. ആ സനാതനമായ ധർമ്മത്തെ വികൃതമാക്കി, മുസ്ലിം വിരുദ്ധമാക്കി, മുസ്ലിമുകളും ക്രിസ്ത്യാനികളും പാർസികളും എന്നൊക്കെ ചേരി തിരിച്ച് രാജ്യത്തെ ദുർബലപ്പെടുത്തുകയാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു ഘോഷയാത്രയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, ഉത്തർപ്രദേശിൽ ഇപ്പോൾ കേദാർ മഹോത്സവം നടക്കുകയാണ്. ഉത്തർപ്രദേശിലെയും ഉത്തരാഖണ്ഡിലെയും ഒക്കെ 10,000-കണക്കിന് ജനങ്ങൾ ഇങ്ങനെ ആ ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ വേണ്ടി പോകും. നമ്മുടെ ശബരിമലയിലേക്ക് പോകുന്നത് പോലെയാണ്. അങ്ങനെ പോകുമ്പോൾ ധാരാളം കടകളും കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ വ്യാപകമായി വന്ന് നിറയും. ഉത്തർപ്രദേശിലെ ഗവൺമെന്റ്, ഉത്തരാഖണ്ഡിലെ ഗവൺമെന്റ് പുറപ്പെടുവിച്ച ഉത്തരവ്, ആ കടകൾക്ക് മുമ്പിൽ വലിയ അക്ഷരത്തിൽ ആ കട ഉടമയുടെ പേരെഴുതി വെക്കണം. മുസ്ലിമാണോ എന്ന് തിരിച്ചറിയണം. ആ കട അതോടുകൂടി ആക്രമിക്കപ്പെടും. ആ കടയിൽ ആരും പോകില്ല. ഇതാണ് ഒരു ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിന്റെ സംഘർഷ മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഉത്തർപ്രദേശിൽ. ഉത്തർപ്രദേശിൽ മാത്രമല്ല, ആസാം ഭരിക്കുന്നത് BJP ഗവൺമെന്റാണ്. ആസാമിലെ BJP ഗവൺമെന്റ് ഇപ്പോൾ അവിടെ പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവ് ഗവൺമെന്റ് ഉത്തരവാണ്. ആസാമിലെ മുസ്ലിമുകളുടെ ഭൂമികൾ ആരും വാങ്ങരുത്, ആരും മുസ്ലിമുകൾക്ക് ഭൂമി വിൽക്കരുത്. അവിടെ ഇപ്പോൾ രൂപപ്പെട്ട് വന്നിരിക്കുന്നത് ലാൻഡ് ജിഹാദ്, ഭൂമിയുടെ മേലെ ഒരു ജിഹാദാണ്. എന്ന് മാത്രമല്ല, ഉത്തർപ്രദേശിലും ആസാമിലും ചില പ്രദേശങ്ങളിൽ മറ്റ് ന്യൂനപക്ഷങ്ങൾക്ക്, മുസ്ലിമുകൾക്ക് സഞ്ചാരമില്ല, സഞ്ചാരയോഗ്യമല്ല, സഞ്ചരിക്കാൻ പറ്റില്ല. ഈ വിദ്വേഷം പ്രചരിപ്പിച്ച് ആക്രമിക്കപ്പെടുകയാണ്. മുസ്ലിം സഞ്ചാരം നിഷേധിക്കുകയാണ്. ഈ തരത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോവുകയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ CPM-ന് നേരെ വലിയ ആക്ഷേപം ഉന്നയിച്ചു. ആ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയം, CPM മതപരിവർത്തനം ചെയ്യുന്നവർക്ക് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിയമം നിർമ്മിച്ചുകൊണ്ട് BJP അതിനെ നിഷേധിക്കുന്നു. മതപരിവർത്തനം നടത്താൻ, ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുള്ള അവകാശം നിരോധിക്കുന്നു. അതുപോലെ തന്നെ അവർ ചെയ്ത മറ്റൊരു കാര്യമാകട്ടെ, ഇന്ത്യയിൽ മതത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പൗരത്വം കൊടുക്കുക. അതാണ് പൗരത്വ ഭേദഗതി നിയമം. CPM പൗരത്വ ഭേദഗതി നിയമത്തെ ശക്തമായി എതിർത്തു. ഇന്ത്യ ഒരു മതനിരപേക്ഷത രാജ്യമാണ്. എല്ലാവരും സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന നാടാണ്. ആ നാട്ടിൽ ഇന്ത്യൻ പൗരത്വം കൊടുക്കേണ്ടത് മതത്തെ നോക്കിയിട്ടാണോ? ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് അംഗീകരിക്കാൻ പറ്റുമോ? ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഇടതുപക്ഷ ചിന്തകർക്കോ പുരോഗമനവാദികൾക്കോ അംഗീകരിക്കാൻ കഴിയുന്ന നയമല്ലത്. CPM അതിനെ ശക്തമായി എതിർത്തു. എന്താ ഇവിടെ പ്രചരിപ്പിച്ചത്? മുസ്ലിം പ്രീണനം. അടിച്ചമർത്തപ്പെടുന്ന ഒരു ജനവിഭാഗത്തിന് അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ
അത് മുസ്ലിം പ്രീണനമാണോ? ഇവിടെ വയലുകളിൽ മരിച്ചു വീഴുന്ന മനുഷ്യർക്ക് വേണ്ടി പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളെ സംരക്ഷിക്കാൻ CPM പോരാടുന്നു. അതാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇവിടെ ദുരിതം അനുഭവിക്കുന്നവരെ സംരക്ഷിക്കണ്ടേ? പൗരത്വ ഭേദഗതി നിയമം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നിരിക്കുന്ന നിയമങ്ങൾ, മതം നോക്കി പൗരത്വം കൊടുക്കുന്ന നിയമത്തെ CPM എതിർക്കുന്നു. ഒരു ശരിയായ നിലപാടാണത്. പക്ഷെ ഇവിടെ പ്രചരിപ്പിച്ചത് ഇത് മുസ്ലിം പ്രീണനം. ഈ ഒരു വിഷയങ്ങളിൽ മാത്രമാണ്. ഇപ്പൊ പാലസ്തീൻ പശ്ചിമേഷ്യയിലെ ഒരു ചെറിയ പ്രദേശമാണത്. ആ രാജ്യത്ത് ജൂതന്മാരെ കൊണ്ടുവന്ന് തള്ളിക്കയറ്റി ഈ പാലസ്തീൻകാരെ മുഴുവൻ നാട് കടത്തുകയാണ്. അവിടെ ജനിച്ചു വളർന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിലൊരു പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ അടിച്ചോടിക്കുകയാണ്. ആ പാലസ്തീനെ സഹായിച്ചിരുന്നത് പഴയ സോവിയറ്റ് യൂണിയനായിരുന്നു. സോവിയറ്റ് യൂണിയൻ തകർന്നു. അതോടുകൂടി പാലസ്തീൻ പോലെ ഒട്ടനവധി രാജ്യങ്ങൾ അവരും പിന്നോട്ടടിച്ചു. പാലസ്തീനും വളരെ ദുരിതത്തിലേക്ക് പോയി. അന്ന് യാസർ അറാഫത്തൊക്കെ പാലസ്തീന്റെ സംരക്ഷകരായി സോവിയറ്റ് സഹായത്തോടുകൂടി ആ രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവന്നു. ഐക്യരാഷ്ട്രസഭയിലെ അംഗത്വമുള്ള രാജ്യമാണ്. ആ പാലസ്തീൻ ജനതയെ നാട്ടിൽ നിന്ന് മാറ്റി ഓടിക്കുന്നു. പാലസ്തീൻ ഒരു മുസ്ലിം രാഷ്ട്രമല്ല, ഒരു മതനിരപേക്ഷത രാജ്യമാണ്. അവിടെ എല്ലാ മതക്കാരുമുണ്ട്. ആ പാലസ്തീൻ ജനതയ്ക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ അമേരിക്കയല്ലേ? അമേരിക്ക ആയുധം കൊടുത്ത് പട്ടാളക്കാരെ അയച്ച് ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അപകടപ്പെടുത്തുന്നു. അവിടുത്തെ ജനങ്ങളെ ഇസ്രായേലികൾ യൂതന്മാർ ആട്ടി ഓടിക്കുന്നു. ആ പാലസ്തീൻ ജനതയെ സംരക്ഷിക്കണമെന്ന് ലോകത്തിലെ 120 രാഷ്ട്രങ്ങൾ പറയുന്നു. ഐക്യരാഷ്ട്രസഭ പ്രമേയം പാസാക്കുന്നു എന്ന് മാത്രമല്ല, നെതന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് നേരെ ഐക്യരാഷ്ട്രസഭയുടെ നീതിന്യായ കോടതി ഒരു നോട്ടീസ് അയച്ചിരിക്കുകയാണ്. മനുഷ്യഹത്യയാണ്, ഭീകരമായ സംഭവമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇത് ചെയ്യാൻ സാധിക്കുന്നത്? അമേരിക്കയുടെ പിന്തുണയാണ്. ആ ഐക്യരാഷ്ട്രസഭയുടെ നീതിന്യായ പീഠത്തിന്റെ കോടതിയുടെ പ്രഖ്യാപനത്തെ പോലും നിസ്സാരമായി വലിച്ചെറിയുകയാണ്. ലോകത്ത് സമാധാനം നിലനിൽക്കുമോ? അമേരിക്കയല്ലേ അതിന്റെ പിന്നിൽ? ആ അമേരിക്കയോടൊപ്പം ചേരണോ CPM ശരിയായ നിലപാട് സ്വീകരിച്ചു. പാലസ്തീനിലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരോടൊപ്പമാണ് നമ്മൾ. അതിനെയാണ് മുസ്ലിം പ്രീണനം ഇത് പ്രചരിപ്പിച്ചത്. CPMന്റെ അംഗസംഖ്യയിലും അനുഭാവികളിലുമൊക്കെ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളുമുണ്ട്. ആ ഹിന്ദു ജനവിഭാഗങ്ങൾക്കിടയിൽ ഈ തെറ്റായ പ്രചരണം അടിച്ചേൽപ്പിക്കുകയല്ലേ ചെയ്തത്. ഇതാണല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയത്. ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പ്രചാരവേലകൾ. അതുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു പ്രസ്ഥാനമാണ്. ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. BJP സംഘപരിവാർ ഇന്ത്യയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ജമ്മു കാശ്മീരിൽ സംഘർഷാത്മകത. ജമ്മു കാശ്മീര് ഇന്ത്യയുടെ ഒരു സംസ്ഥാനമായിരുന്നു. സംസ്ഥാന പദവി എടുത്തു കളഞ്ഞു. അവിടെ തെരഞ്ഞെടുപ്പ് പോലും അട്ടിമറിക്കാൻ ശ്രമിച്ചു. പക്ഷെ BJPക്കെതിരായിട്ട് ജമ്മു കാശ്മീരിലെ ജനങ്ങൾ വോട്ട് ചെയ്തു. ഇപ്പൊ കാശ്മീരിന്റെ ഐക്യത്തിന് വേണ്ടി അവർ പ്രമേയം പാസ്സാക്കുന്നു. ആ ജമ്മു കാശ്മീരിനെതിരായിട്ടും ശക്തമായ ഭീഷണിയാണ് അവിടെ. ഇപ്പോൾ അവിടെ സംഘർഷാത്മകമല്ലേ? ചില പ്രത്യേക അവകാശങ്ങൾ അവർക്ക് കൊടുത്തിരുന്നു. കാരണം ഇന്ത്യ പാക് വിഭജന കാലഘട്ടത്തിൽ കാശ്മീർ ജനത ഇന്ത്യയോടൊപ്പം നിന്നു. ഞങ്ങളുടെ ജന്മനാട് ഇന്ത്യയാണ്. കാശ്മീരിലെ മുസ്ലിം ജനസാമാന്യം ഇന്ത്യയോടൊപ്പം നിന്നു. ഞങ്ങളുടെ മാതൃഭൂമി ഇന്ത്യയാണ്, ഞങ്ങൾ ഇന്ത്യയോടൊപ്പമാണ്, പാകിസ്ഥാനോടൊപ്പമല്ല. ആ ജനതയെ ഇന്ത്യയോടൊപ്പം നിർത്തി ദേശാഭിമാനപരമായി അവരെ കാത്തു സൂക്ഷിക്കാൻ ചില പ്രത്യേക സംരക്ഷണങ്ങൾ അന്നത്തെ ദേശീയ നേതാക്കൾ ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടെ നൽകിക്കൊണ്ട് അതിനെ കാത്തു സൂക്ഷിച്ചു. ഇപ്പോഴത് എടുത്തു കളഞ്ഞുകൊണ്ട് അവിടെ എന്താ ഇപ്പൊ സംഭവിക്കുന്നത്? സംഘർഷാത്മകത. നിങ്ങൾ വടക്കിഴക്കൻ മേഖല മണിപ്പൂർ നോക്ക്. മണിപ്പൂർ BJP ഉണ്ടാക്കിയ കലാപമല്ലേ? ആ കലാപം തുടരുകയല്ലേ? അവിടെ മലമുകളിൽ താമസിക്കുന്ന കുക്കികള്, താഴ്വരകളിലെ മെയ്ത്തികൾ വളരെ സൗഹൃദത്തിലായിരുന്നു. അവിടെ ക്രിസ്തീയ മതവും ബുദ്ധമതവും ഹിന്ദുമതവും ഉണ്ട്. മതവിശ്വാസികളാണ്. എന്നാൽ അവിടെ BJPയുടെ ആധിപത്യം സ്ഥാപിച്ചെടുക്കാൻ BJP അവിടുത്തെ രാഷ്ട്രീയത്തിൽ ഇടപെട്ടു. കുക്കികൾക്ക് നൽകി വരുന്ന ചില റിസർവേഷൻ മെയ്ത്തികൾക്ക് കൂടി കൊടുക്കാൻ നിലപാട് സ്വീകരിച്ചപ്പോൾ കുക്കികൾ അതിനെ എതിർത്തു. മെയ്ത്തികളെ ഇടക്കി വിട്ടുകൊണ്ട് കുക്കികളെ ആക്രമിച്ചു. സംഘർഷം വളർന്നു. അവിടെ 200 ഗ്രാമങ്ങളിൽ കലാപം. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. 5000-ൽ പരം തോക്കുകൾ കവർച്ച ചെയ്തു കൊണ്ടുപോയി. AK-47 റൈഫിൾ കവർ ചെയ്തു കൊണ്ടുപോയി. മുഴുവൻ സംഘർഷം. ആയിരക്കണക്കിന് ആളുകൾ മണിപ്പൂർ വിട്ടു പോയില്ലേ? എത്ര ആളുകളെ കൊന്നൊടുക്കി അവിടെ? എത്രയായിരം ആളുകളെ കൊന്നൊടുക്കി. ഇപ്പോൾ 3 പ്രദേശമാണ്. ഒരു ഭാഗം മലമുകളിൽ മലയോരങ്ങളിൽ താമസിക്കുന്ന കുക്കികൾ,
താഴ്വരകളിലെ മെയ്ത്തികൾ നടുഭാഗത്ത്, പട്ടാളം, പോലീസ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, CRPF ഏറ്റുമുട്ടലാണ്. 2 ആഴ്ച മുമ്പേ 11 കുക്കികളെ പട്ടാളം വെടിവെച്ചു കൊന്നു. പട്ടാളത്തിന് നേരെ ആക്രമണം. അവിടെ വലിയ സംഘർഷങ്ങളിലേക്ക് പോയി. കുക്കികൾ ചെയ്തിരിക്കുന്ന മെയ്ത്തികളായ 5-6 പേരെ തട്ടിക്കൊണ്ടുപോയി. എല്ലാവരെയും കഴുത്ത് വെട്ടിക്കൊന്നു. ആര് സൃഷ്ടിച്ചു? ഇന്ത്യ ഭരിക്കുന്ന BJP. ആ BJP രാജ്യം മുഴുവൻ സംഘർഷം ഉണ്ടാക്കുകയാണ്, മതവിദ്വേഷം പ്രചരിപ്പിക്കുകയാണ്. ഇനിയും കലാപങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നീക്കമാണ്. ഇതിനെ ജാഗ്രതയോടുകൂടി കണ്ട് മതനിരപേക്ഷത കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇടതുപക്ഷ പ്രസ്ഥാനം ശക്തി പ്രാപിക്കണം. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കല്ലാതെ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കല്ലാതെ ഈ നീക്കങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കരുത്തും ശക്തിയും ഉണ്ടാകണം. എങ്കിലേ ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയുണ്ടാകൂ. താൽക്കാലികമായി വരുന്ന പ്രതിഭാസത്തെ തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷത്തിനെതിരായി ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒരുപാട് പ്രചാരവേലകൾ നടത്തി തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുമായിരിക്കും. പക്ഷെ CPM കാണുന്നത് രാജ്യത്തിന്റെ നിലനിൽപ്പാണ്, ജനങ്ങളുടെ സംരക്ഷണമാണ്. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, മാർക്സിസ്റ്റിനെ ശക്തിപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള മുഖ്യമായിട്ടുള്ള ചുമതല. ആ ലക്ഷ്യം നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. ഇന്നലെ കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ത്യൻ ജനതയെ സംരക്ഷിക്കാനോ ജനതയുടെ ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനോ അവർക്ക് ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല, ഇനിയൊട്ട് കഴിയുകയുമില്ല. ഇന്ത്യ സഖ്യത്തിലൊരു പാർട്ടിയാണല്ലോ കോൺഗ്രസ്. അവരുടെ ലക്ഷ്യം BJPയെ തോൽപ്പിക്കലാണോ? കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. കർണാടകത്തിൽ ഒരു വികാരം ഉയർന്നു വന്നു. ആർക്ക് BJPയെ തോൽപ്പിക്കാം? അവർക്ക് വോട്ട്. ജനങ്ങൾ പ്രതികരിച്ചു, BJPയെ തോൽപ്പിച്ചു. BJP വിരുദ്ധ ശക്തികൾ വോട്ട് ചെയ്ത് അവിടെ BJPയെ പരാജയപ്പെടുത്തി. കോൺഗ്രസ് ധരിച്ചു ഇത് ഞങ്ങളുടെ ശക്തിയാണ്. അഹന്തയും ധിക്കാരവുമായി പുറപ്പെട്ടു. അതിന്റെ ഫലം എന്ത്? BJP വിരുദ്ധ ശക്തികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കർണാടകത്തിൽ കഴിഞ്ഞില്ല. അതാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അതാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടെ നിലനിൽക്കുന്ന അവരുടെ ഭരണം ഇങ്ങനെയാണെങ്കിൽ തുടർന്നു പോകുമോ? ഇത് അവിടെ മാത്രമല്ല, ഡൽഹിയിൽ നിങ്ങൾ നോക്കൂ. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു, BJP വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നു. ആം ആദ്മി പാർട്ടിയുടെ നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ. മുഖ്യമന്ത്രിയായിരുന്നു. അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ BJP ഗവൺമെന്റ് അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ വെച്ചു. കേന്ദ്ര ഗവൺമെന്റ് ഇല്ലാത്ത കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. അവിടുത്തെ ആരോഗ്യമന്ത്രിയെ തടങ്കലിൽ വെച്ചു, അവരുടെ MPയെ തടങ്കലിൽ വെച്ചു. ഇതിനെ മുഴുവൻ ന്യായീകരിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. ആം ആദ്മി പാർട്ടിക്കെതിരെ BJPയോടൊപ്പമായിരുന്നു കോൺഗ്രസ്. ഇത് ഡൽഹിയിൽ മാത്രമല്ല, പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിലുണ്ട്. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്കെതിരാണ് കോൺഗ്രസ്. ഇവിടെ നിങ്ങൾ കേരളത്തിൽ നോക്കൂ. ഇവിടെ ആരെയാ കോൺഗ്രസ് എതിർക്കുന്നത്? BJPയെ ആണോ? ഇവിടെ എതിർക്കുന്നത് CPMനെ, ഇടതുപക്ഷത്തെ. അതാണ് ഇന്ത്യയിലെ കോൺഗ്രസിന്റെ നിലപാട്. ഇപ്പോൾ 2 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. അതിലൊന്ന് മഹാരാഷ്ട്രയാണ്, മറ്റൊന്ന് ജാർഖണ്ഡാണ്. ജാർഖണ്ഡിൽ ജാർഖണ്ഡ് മുക്തി മോർച്ച ഒരു സ്റ്റേറ്റ് പാർട്ടിയാണ്. അവർ BJP വിരുദ്ധ പാർട്ടികളെ മുഴുവൻ ഒന്നിപ്പിച്ചു. BJPയെ ദയനീയമായി തോൽപ്പിച്ചു. ജാർഖണ്ഡിൽ BJP വിരുദ്ധ ശക്തികൾ അവിടെ അധികാരത്തിൽ വന്നു. മഹാരാഷ്ട്രയിൽ ആ നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചോ? എന്താ അതിന്റെ ഫലം? അതിന്റെ ഫലം BJP മഹാരാഷ്ട്രയിൽ പിടിമുറുക്കി, അവരധികാരം പിടിച്ചു. രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് നടന്നു. രാജസ്ഥാനിലെ BJP വിരുദ്ധ പാർട്ടികൾ ഒന്നിക്കാൻ സന്നദ്ധമായിരുന്നു. എന്നാൽ കോൺഗ്രസിന്റെ നിലപാട് കൊണ്ട് പല നിയോജക മണ്ഡലങ്ങളിലും യോജിച്ചില്ല, മത്സരിച്ചില്ല, പരസ്പരം മത്സരിച്ചു. അതിന്റെ ഫലം BJP ജയിച്ചു വന്നു. രാജസ്ഥാനിൽ ഭരണം പിടിച്ചു. ഹരിയാനയിൽ BJP ഭരണം പിടിച്ചു. ഹരിയാനയിൽ BJP വിരുദ്ധ പാർട്ടികളെ യോജിപ്പിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ അവിടെയും ജയിക്കാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് കോൺഗ്രസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ ഇന്ത്യയുടെ ഭാവിക്ക് ഗുണകരമായിട്ടുള്ളതല്ല. മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കാനോ RSS സംഘപരിവാറിന്റെ ഭീകരതക്കെതിരെ ജനങ്ങളെ അണിനിരത്താണ്. BJPയുടെ ഹിന്ദു രാഷ്ട്രം, കോർപ്പറേറ്റഡ് ഹിന്ദുത്വ രാഷ്ട്രം എന്ന വൻകിടക്കാരുടെ താല്പര്യം സംരക്ഷിക്കുന്ന സംവിധാനത്തെ കാത്തു സൂക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. കേരളത്തിൽ അതിന്റെ ഭാഗമാണ് അവർ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റിനെ എതിർക്കുന്നത്. ഈ കേരളത്തിന്റെ ഏതെങ്കിലും നല്ല കാര്യത്തിന് ഇന്ന് വരെ കോൺഗ്രസ് അനുകൂലിച്ചിട്ടുണ്ടോ? കേരളത്തിന്റെ ഏതെങ്കിലും വികസനത്തെ അവർ അനുകൂലിച്ചിട്ടുണ്ടോ? എല്ലാ വികസന പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്തുക, എല്ലാ പുരോഗമനപരമായ നടപടികളെ തകർക്കുക. 957 സഖാ VMS ഗവൺമെന്റ്, 1ാം ഗവൺമെന്റ് വന്നു. കേരള സംസ്ഥാനം രൂപീകരണത്തിന് ശേഷം നടന്ന
തെരഞ്ഞെടുപ്പിൽ EMS അധികാരത്തിൽ വന്നു. EMS അധികാരത്തിൽ വന്ന് നടപ്പിലാക്കിയ നിയമമാണ് ഭൂപരിഷ്കരണം. ഇന്നീ കാണുന്ന ഭൂമിയെല്ലാം നിങ്ങളുടേതാണ്. എങ്ങനെ ആ ഭൂമി നമ്മുടേതായി? EMS ഗവൺമെന്റ് വന്നതുകൊണ്ടാണ്. ആ നിയമം പാസാക്കിയപ്പോൾ എന്താ കോൺഗ്രസ് ചെയ്തത്? അമേരിക്കൻ ചാരസംഘടനയായ CIA, ആ CIAയിൽ നിന്ന് അന്നത്തെ 10 കോടി, ഇന്നത്തെ 1000 കോടിക്കപ്പുറമാണത്. ആ പണം വാങ്ങിയിട്ടല്ലേ കോൺഗ്രസ് വിമോചന സമരം നടത്തിയത്? ആ ഗവൺമെന്റ് പൊളിക്കാൻ എന്നിട്ടും കഴിഞ്ഞില്ല. അവസാനം ആ ഗവൺമെന്റ് പിരിച്ചുവിട്ടു. എന്തൊക്കെ അക്രമങ്ങളാണ് കോൺഗ്രസ് 57-59 കാലഘട്ടത്തിൽ നടത്തിയത്? ആ കോൺഗ്രസ് പാർട്ടി ഈ കേരളത്തിലെ ഏതെങ്കിലും പുരോഗമനപരമായ ഒരു നിയമത്തെ അനുകൂലിച്ചിട്ടുണ്ടോ? കുടികിടപ്പ് അവകാശം കൊടുത്തു, മിച്ചഭൂമി ഏറ്റെടുത്തു, ഭൂരഹിതർക്ക് ഭൂമി കൊടുത്തു. ഇതിനെല്ലാം കോൺഗ്രസ് എതിരല്ലേ? മിച്ചഭൂമി ഏറ്റെടുക്കുന്നതിനെതിരായിട്ട് കാസർഗോഡ് ഇടനീരിലെ മഠാധിപതിയെ ഉപയോഗിച്ചുകൊണ്ട് ഭൂ പരിഷ്കരണ നിയമത്തിനെതിരെ നിലപാടുകൾ കോടതിയെ കൊണ്ട് നിലപാടെടുപ്പിക്കാൻ കേസ് കൊടുപ്പിച്ച് പ്രവർത്തിച്ച പാർട്ടിയായി കോൺഗ്രസ്. കേരളത്തിന്റെ ഇന്ന് വരെയുള്ള എല്ലാ പുരോഗതികളെയും അവർ തടസ്സപ്പെടുത്തുന്നു, ഇല്ലായ്മ ചെയ്യുന്നു. ഇന്ന് കേരളം വലിയൊരു വികസനോന്മുഖമാണ്. 57-ൽ കമ്മ്യൂണിസ്റ്റുകാർ തുടങ്ങിവെച്ച ആ പ്രക്രിയയുടെ തുടക്കം ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. അതിദരിദ്രരില്ലാത്തൊരു നാടാണ് കേരളം. ഇവിടെ ഭവനരഹിതരില്ലാത്തൊരു കേരളം സൃഷ്ടിക്കുകയാണ്. തൊഴിൽ രഹിതരില്ലാത്തൊരു കേരളമാണ് ലക്ഷ്യം. ആരോഗ്യരംഗത്ത് നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി. സാമൂഹ്യക്ഷേമ രംഗത്ത് ഇന്ത്യയിൽ 62 ലക്ഷം ആളുകൾക്ക് കേരളത്തിൽ സാമൂഹ്യ പെൻഷൻ കൊടുക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളത്തിലുള്ളത്. ആ ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നു. ഈ സംസ്ഥാനത്തിന്റെ വിഭവം ഈ നാടിനു വേണ്ടി ഉപയോഗിക്കുകയാണ്. ആ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുകയാണോ ചെയ്യുന്നത് കോൺഗ്രസ്? ആ ഗവൺമെന്റ് എല്ലാ പുരോഗമനപരമായ നടപടികളെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. അതിനിപ്പോൾ അവർ ആവിഷ്കരിച്ചിട്ടുള്ള ഒട്ടനവധി പദ്ധതികളുണ്ട്. അതിലൊരു പ്രധാന ഭാഗം മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു. മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരായിട്ട് പ്രചാരവേല, അതുപോലെ തന്നെ ഇടതുപക്ഷ നേതാക്കൾക്കെതിരെ, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പാർട്ടിയെ തകർക്കാൻ, നേതൃത്വത്തെ ആക്രമിച്ച് തകർക്കുക, പാർട്ടി സഖാക്കളിൽ നേതൃത്വത്തിനെതിരായി അവിശ്വാസമുണ്ടാക്കാൻ കഴിയത്തക്ക നിലയിൽ വാർത്തകൾ സൃഷ്ടിക്കുക. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മാധ്യമങ്ങൾക്ക് പിന്നിൽ വലിയൊരു ശക്തി UDFന്റെ താല്പര്യങ്ങളാണ്, പണത്തിന്റെ സ്വാധീനമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ സംസ്ഥാനത്തിലെ എല്ലാ ചാനലുകളും എല്ലാ മാധ്യമങ്ങളും പണം കൊടുത്ത് BJPയും UDFും കരസ്ഥമാക്കി. അങ്ങനെയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പ്രചരണ രംഗത്ത് ഇത് ഉപയോഗിക്കുകയാണ്. ഇപ്പോഴും കേരളത്തിൽ എന്തൊക്കെ പ്രചരണങ്ങളാണ് അഴിച്ചുവിടുന്നത്? ഇവിടെയൊക്കെ വലിയ പ്രചാരം കൊടുത്തല്ലോ. പൂരം കലക്കി. ഏത് പൂരാ കലക്കിന്ന്? ഇവരുടെ എല്ലാം പ്രചാരണമല്ലേ? മാധ്യമങ്ങൾ അതല്ലേ? പൂരം കലക്കി. ഏത് പൂരാ കലക്കിയത്? തൃശ്ശൂരിൽ സാധാരണ വർഷങ്ങൾ നടക്കുന്ന പൂരം മഹോത്സവം, ആ മഹോത്സവം അതിന്റെ എല്ലാ ചടങ്ങുകളും എല്ലാ പൂജാതി കർമ്മങ്ങളും എല്ലാം പൂർത്തീകരിച്ചു. എല്ലാ നടപടികളും പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ തെടമ്പുമായി ആന പുറത്തേക്ക് വരും, എഴുന്നള്ളത്ത്. ആ എഴുന്നള്ളത്ത് പുറത്തു വന്നാൽ പടക്കം പൊട്ടും. പടക്കം പൊട്ടാൻ വേണ്ടിയിട്ട് പടക്കങ്ങളൊക്കെ തയ്യാറാക്കും. അപ്പൊ പോലീസ് പറഞ്ഞു, പടക്കം പൊട്ടിക്കണമെങ്കിൽ ഈ പടക്കം സൂക്ഷിക്കുന്നവരുടെ ഷോറൂം ഈ പൊട്ടിക്കുന്ന സ്ഥലത്ത് നിന്ന് 100 മീറ്റർ അകലെയായിരിക്കണം. എങ്കിലേ പടക്കം പൊട്ടിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ അപകടമുണ്ടാകും. കൊല്ലത്ത് അപകടമുണ്ടായി എത്ര പേരാ മരിച്ചത്? ഈ അനുഭവത്തിൽ നിന്ന് പോലീസ് പറഞ്ഞു, പടക്കം പൊട്ടിക്കണമെങ്കിൽ 100 മീറ്റർ മാറി വേണം പടക്കം പൊട്ടിക്കാൻ. അതുപോലെ ജനക്കൂട്ടം 100 മീറ്റർ അപ്പുറത്ത്. കാരണം അവിടുന്ന് പടക്കം പൊട്ടിയാൽ ജനങ്ങൾക്ക് അപകടം ഉണ്ടാകരുത്. ഈ സുരക്ഷിതത്വം വേണമെന്ന് പറഞ്ഞു. BJPക്കാരെ പറഞ്ഞു, ഞങ്ങളിവിടെ പടക്കം പൊട്ടിക്കും. ഒരു പോലീസ് ഉത്തരവും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. മനുഷ്യരെ രക്ഷിക്കാൻ ബാധ്യതയില്ല ഈ ഗവൺമെന്റിന്. നിങ്ങൾ നീലേശ്വരത്ത് കഴിഞ്ഞ ഒരു 2-3 ആഴ്ചക്ക് മുമ്പ് നീലേശ്വരത്ത് ഒരു ക്ഷേത്രത്തിന് മുമ്പിൽ പടക്കം പൊട്ടി. പടക്കം പൊട്ടിക്കുന്ന അശ്രദ്ധയോടുകൂടി 7 ആളുകൾ മരിച്ചു, 150ഓളം ആളുകൾക്ക് പരിക്ക്. എത്ര ദുഃഖകരമായ സംഭവമാ. അവിടെ പോലീസ് പറഞ്ഞു, നിയമം പാലിച്ചേ പറ്റൂ. അതോടൊപ്പം BJPക്കാരെ പ്രശ്നമുണ്ടാക്കി. ആ പ്രശ്നത്തോടൊപ്പം കോൺഗ്രസ്സുകാരും കൂടി എല്ലാം കൂടി ബഹളമാക്കി. അതിന്റെ ഭാഗമായിട്ട് പിന്നീട് പ്രചരണം പൂരം കലക്കി. പോലീസിനെ നിലപാടെടുത്തു. 2 മണിക്കൂർ കഴിഞ്ഞ് എല്ലാവരെയും മാറ്റി നിർത്തി പടക്കം പൊട്ടിച്ചു. അവിടെ ഏത് പൂരാ കലക്കീന്? എന്താ അതിന്റെ അടിസ്ഥാനം?
വിശ്വാസികൾക്കിടയിൽ തെറ്റായ പ്രചാരവല നടത്തുക, ആ പൂരം കലക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തുമ്പോൾ അവിടുത്തെ കോൺഗ്രസിന്റെ MP ഒരു ആംബുലൻസിൽ വരുന്നു. പിന്നെ അയാള് ഏതിലാ വന്നെന്ന് അദ്ദേഹത്തിന് തന്നെ നിശ്ചയമില്ല. ആംബുലൻസിലോ വന്നത്, ഏത് അവസ്ഥയിലാ വന്നതെന്നും ആ കോൺഗ്രസ് BJPയുടെ MPക്ക് ഓർമ്മയില്ല. അതാ അവിടെ കണ്ടത്. അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തെറ്റായ നിലയിൽ പ്രചരണങ്ങൾ അഴിച്ചുവിടുക, അതാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇവിടെ ഇപ്പോഴെന്താ അന്തർധാര? CPM-ഉം BJP-യും ഏതാ അന്തർധാര? തൃശൂർ തെരഞ്ഞെടുപ്പ്, ലോകസഭാ തെരഞ്ഞെടുപ്പ്, BJPയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിച്ചത് 76,000 ശിഷ്ടം വോട്ടിന്. സുരേഷ് ഗോപി ജയിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടിയ വോട്ടിനേക്കാൾ 86,900 വോട്ട് കോൺഗ്രസിനില്ല. 76,000 വോട്ട് സുരേഷ് ഗോപിക്ക് അധികം കിട്ടി. CPM-ന് ഇടതുപക്ഷത്തിന് 16,622 വോട്ട് CPM-ന് വർദ്ധിച്ചു. കോൺഗ്രസിന്റെ വോട്ട് എങ്ങോട്ട് പോയി? കോൺഗ്രസിന്റെ വോട്ട് BJPക്ക് കൊടുത്തു. പണം വാങ്ങി. കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ്, അവിടെ സ്ഥാനാർത്ഥിയായിരുന്നു കോൺഗ്രസ് നേതാവ് മുരളീധരൻ പറഞ്ഞു എന്നെ തോൽപ്പിച്ചതാണ്. ഇവിടുത്തെ DCC പ്രസിഡന്റും കൂട്ടരും അവർ BJPയിൽ നിന്നും പണം വാങ്ങി എന്നെ തോൽപ്പിച്ചു. അവരാണ് എന്നെ തോൽപ്പിച്ചത്. പരസ്യമായി പറഞ്ഞില്ലേ? കോൺഗ്രസിന്റെ നേതൃത്വം അവിടുത്തെ DCC പ്രസിഡന്റിനെ സ്ഥാനത്ത് നിന്നും നീക്കി അന്വേഷണത്തിന് ഉത്തരവിട്ടു. കോൺഗ്രസിന്റെ ഓരോ നേതാവിനും പണം കൊടുത്തിട്ട് വോട്ട് കച്ചവടം നടത്തി. BJP ജയിച്ചു. ആരാ അന്തർധാര? അന്തർധാരി ആരുമായിട്ട്? എന്നിട്ട് ഞങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ചോദ്യം. ഇവിടെ അടുത്ത ദിവസങ്ങളിലായിട്ടാണ് 3 ഉപതെരഞ്ഞെടുപ്പുകൾ. ഒന്ന് വയനാട്, മറ്റൊന്ന് പാലക്കാട്, മറ്റൊന്ന് ചേലക്കര. പാലക്കാട് എങ്ങനെയാ ജയിച്ചത്? ജമായത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം ഇന്ത്യയിൽ ഇസ്ലാം രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളതാണ്. RSSന്റെ ലക്ഷ്യം ഇന്ത്യയിൽ ഹിന്ദു രാഷ്ട്രം. ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം ഇസ്ലാം രാഷ്ട്രം. അതുപോലെ തന്നെ SDPI അവരുടെ ലക്ഷ്യം ഇസ്ലാം രാഷ്ട്രം. അവരുടെ വളണ്ടിയർ സംഘടന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും SDPI-യും ഇന്ത്യയിൽ ഇസ്ലാം രാഷ്ട്രം സ്ഥാപിക്കാൻ നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും UDF-നോടൊപ്പം അണിനിരന്നില്ലേ? മുസ്ലിം ലീഗിനോടൊപ്പം അണിനിരന്നില്ലേ? മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ഒന്നിച്ചങ്ങ് ചേരുമ്പോൾ ഇവിടുത്തെ സാധാരണ മുസ്ലിം ജനതക്ക് സംരക്ഷണം കിട്ടുമോ? അവർ ആപത്താണ് ഉണ്ടാക്കുക. കോൺഗ്രസ് അവിടെ ചെയ്തത്, ജയിക്കണമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPI-യുടെയും വോട്ട് വേണം. പാലക്കാട് മണ്ഡലത്തിൽ 10,000-ൽ പരം വോട്ട് SDPI-ക്കുണ്ട്. SDPI-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഓരോരാൾ ചേർന്ന് മുസ്ലിം വീടുകളെ കയറിയിറങ്ങി കോൺഗ്രസിന് വേണ്ടി വർഗീയ പ്രചരണം നടത്തി. അവിടെ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി. ഒരു ഭാഗത്ത് RSS വോട്ടിന്റെ കച്ചവടം, മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ കച്ചവടം. മുസ്ലിം ലീഗ് എവിടെ നിൽക്കുന്നു? മുസ്ലിം ലീഗിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അല്ല, മുൻകാല പ്രസിഡന്റുമാരെല്ലാം ജമാഅത്തെ ഇസ്ലാമിയെ SDPI-യെ ഒരു പരിധിവരെ പുറത്തു നിർത്തിയിരുന്നു. ഇപ്പോഴത്തെ പ്രസിഡന്റും മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPI-യുടെയും ഒന്നിച്ചുള്ള യാത്രയാണ് മുസ്ലിം ലീഗിന്. മുസ്ലിം ലീഗിന്റെ അസ്തിത്വം നഷ്ടപ്പെടും. അവരെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലാണ് മത്സരിക്കുന്നത്. അതിന്റെ പ്രസിഡന്റിനെ വിമർശിക്കും. അത് വിമർശിക്കുന്ന മതപരമായ വിമർശനമല്ല. അത് മതപരമായ വിമർശനം എന്ന് പറയുന്നത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനാണ്. അതുകൊണ്ട് വർഗീയ ശക്തികളെ, ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയെ വോട്ടിന് വേണ്ടി ആശ്രയിച്ച് അതിന്റെ ചെലവിലാ ജയിച്ചത്. അഭിമാനിക്കാനുള്ള നേട്ടമല്ല, തല കുനിക്കേണ്ടതാണ് അവിടുത്തെ കോൺഗ്രസിന്റെ വിജയം. ചേലക്കരയിൽ ഇടതുപക്ഷം നല്ല വിജയം നേടി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയമാണത്. എന്നാൽ ഞങ്ങൾ പാലക്കാട് സുന്നി വിഭാഗത്തിന്റെ സമസ്തയുടെ 2 പത്രങ്ങളിൽ പരസ്യം കൊടുത്തു. ആ പരസ്യം കൊടുത്തതിനെയാണ് UDF-കാരുടെ വിമർശനം, കോൺഗ്രസിന്റെ വിമർശനം. നിങ്ങൾക്ക് വിമർശിക്കാൻ എന്ത് അധികാരമാണുള്ളത്? എന്ത് ധാർമ്മികത? ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പം നടക്കുക, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഐക്യമുണ്ടാക്കുക, കൂട്ടുകച്ചവടം നടത്തുക, SDPI പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ഐക്യം. നിങ്ങൾ ഞങ്ങൾക്കെതിരായി പറയും നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയുണ്ട്? ഞങ്ങൾ എവിടെ പരസ്യം കൊടുക്കണമെന്ന് നിങ്ങളോട് ചോദിക്കണോ? ഇവിടുത്തെ തെക്കും വടക്കും തിരിയാത്തൊരു VD സതീശൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ധാരണയും ഇല്ലാത്തൊരു പ്രതിപക്ഷ നേതാവ്
ഈ സംസ്ഥാനത്തിന്റെ വികസനങ്ങളെ തകർക്കാൻ മാത്രം ഓടി നടക്കുന്ന ഒരു നേതാവുണ്ട്. ഞങ്ങൾ സതീശനോട് ചോദിക്കണോ? RSSന്റെ ക്യാമ്പിന് കാവൽ നിൽക്കുന്ന KPCC പ്രസിഡന്റോട് ചോദിക്കണോ ഞങ്ങൾ പരസ്യം കൊടുക്കാൻ? ഞങ്ങൾക്ക് ഗുണം കിട്ടുന്ന പത്രത്തിൽ ഞങ്ങൾ പരസ്യം കൊടുത്തിട്ടുണ്ട്. ഒന്ന് സുന്നിയുടെ പത്രം തന്നെയാണ്. സുന്നി സമസ്ത ഈ രണ്ട് വിഭാഗക്കാരും സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ട്. മതന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കിട്ടണമെങ്കിൽ, മതന്യൂനപക്ഷങ്ങൾക്ക്, മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് അവരുടെ മതവിശ്വാസം വെച്ച് പുലർത്തി പ്രവർത്തിക്കാൻ കഴിയണമെങ്കിൽ ഒരു മതനിരപേക്ഷത രാഷ്ട്രം ഉണ്ടാകണം. മതനിരപേക്ഷത രാജ്യത്ത് മാത്രമേ മതന്യൂനപക്ഷത്തിന്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കുകയുള്ളൂ എന്ന നിലപാട് സ്വീകരിക്കുന്നവരാ സുന്നിക്കാര്. ഞങ്ങൾ സുന്നിയുടെ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അല്ല, വീക്ഷണത്തിൽ കൊടുക്കണോ? നിങ്ങൾക്ക് തരണോ? ഞങ്ങൾക്ക് ഗുണം കിട്ടുന്ന പത്രത്തിൽ ഞങ്ങൾ കൊടുക്കും. നിങ്ങൾക്ക് എന്താ വിമർശിക്കാൻ അധികാരം? എന്തും പറയാൻ ലൈസൻസ് കൊടുത്ത് വിട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു ശകുനം മുടക്കി കേരളത്തിന്റെ വികസനങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി ഒരു ശകുനം മുടക്കിയായി വഴിയിൽ കിടക്കുന്ന VD സതീശനും KPCC പ്രസിഡന്റും രണ്ടും ഒരുപോലെയാണ്. കോൺഗ്രസുകാർ അവരെ തിരിച്ചറിയണം. അവരാർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് തിരിച്ചറിയണം. മതന്യൂനപക്ഷ വിഭാഗങ്ങൾ തിരിച്ചറിയണം മുസ്ലിം ലീഗിന്റെ നിലപാട്. മുസ്ലിം ലീഗിന്റെ പിന്നിൽ അണിനിരന്ന ബഹുജനങ്ങൾ ഈ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കണം, ചിന്തിക്കണമെന്നാണ് അവരോടെല്ലാം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. അതുകൊണ്ട് മതനിരപേക്ഷത കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരു ജനാധിപത്യ ഇന്ത്യ സംരക്ഷിക്കാൻ, കേരളത്തിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ, ഐശ്വര്യ സമ്പുഷ്ടമായ ഒരു കേരളം കെട്ടിപ്പടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശക്തി പ്രാപിക്കണം. ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്തണമെങ്കിൽ ഭൂരിപക്ഷ ജനവിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ, കർഷക തൊഴിലാളി താല്പര്യങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് ശക്തിപ്പെടണം. ആ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ പോരാടുക. മൺമറഞ്ഞുപോയ നേതാക്കൾ സഖാവ് EMS പറഞ്ഞു, സഖാക്കളെ, നമ്മുടെ വളർച്ചയ്ക്ക് നമ്മുടെ മുമ്പിൽ മാർക്സിസം ലെനിനിസമാണ് ആയുധം. ആ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സിദ്ധാന്തത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പോരാടുക. സഖാവ് AKG എഴുതി വെച്ചു, സഖാക്കളെ, ഈ യാത്രക്കിടയിൽ എന്റെ കാലിടറുകയാണ്. ഒരുപക്ഷേ ഞാൻ കാലിടറി വീണുപോയേക്കാം. പക്ഷെ മണ്ണിന്ന മക്കളെ, നിങ്ങൾ സംഘടിത ശക്തിയായി പോരാടുക. നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ സൂര്യോദയമുണ്ട്. ആ പുതിയ ചുവന്ന സൂര്യോദയം നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയും. മഹത്തായ സന്ദേശമാണ് സഖാവ് AKG നമുക്ക് തന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപക നേതാവ് സഖാവ് P. കൃഷ്ണപിള്ള പറഞ്ഞു, അദ്ദേഹം ഒളിവിൽ കഴിയുന്ന അവസരത്തിൽ പാർട്ടിക്ക് വേണ്ടി രേഖ തയ്യാറാക്കുമ്പോൾ സർപ്പദർശനമേറ്റു, പാമ്പ് കടിയേറ്റു. ആ പാമ്പ് കടിയേറ്റ് ശരീരത്തിലേക്ക് വിഷം കയറിക്കൊണ്ടിരിക്കുന്നു. സഖാവ് കൃഷ്ണപിള്ള എഴുതി, സഖാക്കളെ, എനിക്ക് സർപ്പദർശനമേറ്റു, എന്റെ ശരീരത്തിൽ വിഷം കയറുകയാണ്, എന്റെ കൈ വിറക്കുകയാണ്, എന്റെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു വരികയാണ്. സഖാക്കളെ, എന്റെ പേന കൊണ്ട് എനിക്ക് എഴുതാൻ കഴിയുന്നില്ല. പക്ഷെ സഖാക്കളെ, എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ സഖാക്കളെ, നിങ്ങൾ മുന്നോട്ട്. സഖാക്കളെ, ആ മഹത്തായ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് പാർട്ടി സമ്മേളനങ്ങൾ ആ മുന്നേറ്റത്തിന്റെ വഴിത്താരകളാകട്ടെ. അധ്വാനിക്കുന്ന ജനതയുടെ, കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ, അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിന്റെ, പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗത്തിന്റെ ആശയും വെളിച്ചവുമായി ഈ ചെമ്പതാക ഉയർത്തിപ്പിടിക്കുക, പോരാടുക. ആ മഹത്തായ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. പൊരുതി മരിച്ച രണഭൂമി, ഈ ഭൂമി നമുക്കതിന് കരുത്തും ശക്തിയും നൽകും. അതിലൂടെ നമുക്ക് സഞ്ചരിക്കാം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദനങ്ങൾ.